ഈ വാലിൽ ഞാൻ അന്ന് ഓതിക്കൊടുത്തിട്ടുണ്ട്. മസ്ജിദുൽ ഹറാമിൽ പടച്ചോത്ത് ഓതിയത്. അതിനുശേഷം 74 രണ്ടാമത് പോയപ്പോൾ 1 മാസവും 4 ദിവസവും ഞാൻ ആ മസ്ജിദുൽ ഹറാമിൽ അന്ന് ദർസ് നടത്താൻ അള്ളാഹു തആല എനിക്ക് സാധിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ അള്ളാഹുവിൻ്റെ അങ്ങേയറ്റത്തെ നിഅ്മത്തുകളുടെ കൂട്ടത്തിൽ ആ കഅബത്തിന്റെ ഉള്ളിൽ കടക്കാനും അള്ളാഹു തആല നമുക്ക് സാധിപ്പിച്ചു. അത് ഞാൻ കടന്നാൽ അത് എനിക്ക് മാത്രമല്ല നിങ്ങൾക്കെല്ലാവർക്കും ഗുണമാണ്. മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയാണ് ദുആ, മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയാണ് ദുആയുള്ളത്. ആ ദുആ അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അതൊക്കെ അത്ഭുതം. ഞാൻ അവിടെ കഅബത്തിന്റെ ഉള്ളിൽ കടന്ന് 4 ഭാഗത്തേക്കും 2 റക്അത്ത് നിസ്കരിച്ച് പോരാനൊരുങ്ങുമ്പോ ഒരു അറബി എന്നെ ഇങ്ങോട്ട് പരിചയമുണ്ട്, എനിക്ക് അങ്ങോട്ട് പരിചയമില്ല. എന്റെ ശ്രദ്ധയിൽ പെടാത്ത ഒരു കാര്യം, പെട്ടെന്ന് എന്റെ ശ്രദ്ധയിൽ മറന്നുപോയ കാര്യം, നിസ്കരിച്ച സ്ഥലമാണ് ഇത് എന്ന് പറഞ്ഞ് എനിക്ക് കാണിച്ചിരുന്നു. അപ്പൊ അവിടെ വെള്ള പ്രത്യേകമായ മാർഗങ്ങൾ കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ സ്ഥലം ഞാൻ എനിക്ക് കാണിച്ചത്. അങ്ങനെ ഞാൻ അവിടെ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഭയങ്കര തിരക്കാണ്. അവിടെ ഉള്ളിൽ 10-100 ആളുണ്ട്. ആ തിരക്ക്. അപ്പോൾ ദുബൈയിലാരുടെ അറബിയുണ്ട്, ഇസ്മായിൽ ദുബൈയിലെ അങ്ങനെ ഓടി വന്നിട്ട് ഞാൻ തരാൻ പറഞ്ഞു. അയാൾ കയ്യിക്കാരൊന്ന് നിന്നിട്ട് എനിക്ക് നിസ്കരിക്കാൻ സൗകര്യപ്പെടുത്തണം. അള്ളാഹുവിന്റെ തൗഫീഖ്, അള്ളാഹുവിന്റെ തൗഫീഖ്. ആ കഅബത്തിന്റെ ഉള്ളിൽ കടക്കുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥ റഹ്മാനായ റബ്ബല്ലാതെ അറിയുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. പക്ഷേ അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് പോകുമ്പോൾ ഹജറുൽ അസ്വദ് യാതൊരു തിരക്കും കൂടാതെ ചുംബിക്കാനും കഴിഞ്ഞു. 10 കൊല്ലത്തിൻ്റെ ഇടയിൽ ഞാൻ ഹജറുൽ അസ്വദ് ചുംബിച്ചിട്ടില്ല. അതിന് മുമ്പൊക്കെ ചുംബിച്ചിട്ടുണ്ട്. പിന്നെ തിരക്കാവുന്നത് കൊണ്ട് ആളുകളെ തിക്കാൻ പോകാറില്ല. ചൂണ്ടി കൈ കാണിക്കലേ ഉള്ളൂ. ഇന്നലെ അവിടത്തേക്ക് വരുമ്പോൾ യാതൊരുവിധ തിരക്കുള്ള ഞങ്ങൾ ഇങ്ങനെ വഴിയായിട്ട് വരികയാണല്ലോ. ഓരോരുത്തരും ചുംബിച്ചുകൊണ്ട് ആണ് കയറുന്നത്. എനിക്ക് ആ ഹജറുൽ അസ്വദ് ചുംബിക്കാൻ സാധിച്ചു. അങ്ങനെ നിസ്കരിച്ചുകൊണ്ട് ഇറങ്ങി വരുമ്പോൾ എല്ലാവർക്കും അവിടെ വെള്ളം കുടിക്കാനും വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും അവിടെ ചെറിയ കുപ്പി നടത്തി. അപ്പോൾ ഒരാൾ ചൂണ്ടി കാണിച്ചു. ഞാൻ ഒരു കുപ്പി എടുത്തുകൊണ്ട് പോയി നോക്കുമ്പോൾ അത് വേറെ കുടിച്ച് വെച്ച കുപ്പി ആണ്, കുറച്ച വെള്ളേ ഉള്ളത്. അപ്പോൾ ഒരാൾ ചൂണ്ടി എന്നോട് പറഞ്ഞു, അല്ല ഫുള്ളായിട്ടുള്ള വെള്ളമുള്ളതുണ്ട് സംസം. അങ്ങനെ അത് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ വെച്ച് ഒരു ചെറിയ കുപ്പി വെള്ളം കൊണ്ടുവന്ന് ഞാനും കുടിച്ചു. നമ്മളെ കാത്തു നിന്ന് കുറച്ച് പ്രവർത്തകന്മാർക്കും കൊടുത്തു.